സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ FC. സോ കുറേ നാളിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കളി കണ്ട് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു മൊമെന്റ് കണ്ടിട്ട് ഭയങ്കര ബാഡ് അടിക്കുകയും ചെയ്തു. അത് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബട്ട് ഞാൻ ലാസ്റ്റ് പറയാം. ആൻഡ് മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും നാളും കളിച്ചൊരു ഗെയിം അല്ലായിരുന്നു ഇന്ന് കളിച്ച്. ഇന്ന് ടോട്ടലി എൻറ്റയർലി ഡിഫറെൻറ്റ് ഗെയിമാണ് കളിച്ചത്. ആൻഡ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നോവയും ലൂണെ അറ്റ് ദ സെയിം ടൈം ഫീൽഡിലില്ല എന്നുള്ള റീസൺ കൊണ്ടാണ്. അത് കളി കണ്ട് എല്ലാവർക്കും മനസ്സിലാവും. കാര്യം ലൂണ ഓൾ ഓവർ ഫുള്ള് കളി കൺട്രോൾ ചെയ്യുമായിരുന്നു. പക്ഷേ നോവ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. അതിൻ്റെ എല്ലാ റീസൺസ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ആൻഡ് ലൂണയ്ക്ക് പഴയ ഒരു പ്രൈം തിരിച്ചു കിട്ടിയ പോലെ എനിക്കും തോന്നി. കാര്യം നമ്മുടെ പഴയ ആ ലൂണയുടെ ഒരു ഗെയിമുണ്ട്, ഫുള്ള് കൺട്രോൾ ചെയ്ത് ഫുള്ള് നല്ല അടിപൊളി പാസസ് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആൻഡ് അത് ജസ്റ്റ് സ്കോർ ചെയ്താൽ മാത്രം മതി ഫോർവേഡ്. ആൻഡ് ഒരു പരിധി വരെ അവരത് ആപ്റ്റാക്കി എടുത്തിട്ടുമുണ്ട്. ആൻഡ് ലൂണ വിങ്ങിക്കൂടെയും മിഡിൽ കൂടെയും നല്ല അടിപൊളി റണ്ണ് നടത്തുന്നു, അടിപൊളി കീ പാസസ് കൊടുക്കുന്നു. നമ്മുടെ പഴയ ലൂണ കളിക്കുന്ന അതേ സ്റ്റൈല് കളി കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. ആൻഡ് ലൂണ ഇന്നൊരു 100 ഉണ്ടായിരുന്നെങ്കിൽ 95 നിൽക്കുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. ബട്ട് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് കിട്ടിയിട്ടുള്ള പ്ലെയർ വേറെ ആരുമല്ല, ഡാനിഷ് ഫറൂഖ്. മാൻ, പുള്ളിക്ക് എന്തോ പറ്റി, പുള്ളിക്ക് വല്ല ലൈറ്റ്നിങ് എന്തോ പറ്റിയിട്ടുണ്ട് പുള്ളിക്ക്. കാര്യം ഇന്നലെ വരെ പുള്ളി കളിച്ച പോലല്ല ഇന്ന് കളിക്കുന്നത്. കാര്യം ഇത്രയും നാളും കുറേ ബാഡ് പാസസ്, കുറേ പൊട്ടക്കളിയാണ് പുള്ളി കളിച്ചോണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് പൂർ ആയതുകൊണ്ട് പുള്ളി പ്ലെയിൻ ലെവലിൽ നിന്ന് പുള്ളിയുടെ പൊസിഷൻ പോയി. പിന്നെ പുള്ളിനെ ചില കളി കളിപ്പിച്ചിട്ട് കൂടിയില്ലായിരുന്നു. അത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ബട്ട് ഇന്ന് പുള്ളിനെ സ്റ്റാർട്ടിങ് ലെവലിൽ ഇറക്കി നമ്മുടെ കോച്ചിൻ്റെ എന്തോ തന്ത്രമായിരുന്നു. കാര്യം പുള്ളി എല്ലാം അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. നമ്മുടെ പഴയ ലൂണ കളിക്കുന്ന ചെറിയൊരു ടച്ചൊക്കെ എനിക്ക് തോന്നി. കാര്യം പുള്ളി മിഡിലിൽ കൂടെ എല്ലാവർക്കും പാസ് ചെയ്ത് ഒരു ടിക്കിട്ടാക്കില്ല, ഒരു 6 ആഗ് കളിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നി. കാര്യം പുള്ളി ഈ ഒരു വിങ്ങിൽ നിന്ന് ഇപ്പുറത്തെ വിങ്ങിലേക്ക് മിഡിൽ കൂടെ മാത്രം പാസ് ചെയ്ത് കൊടുത്ത ഒരു മൊമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. ആൻഡ് ഇന്നത്തെ പുള്ളിയുടെ മെയിൻ അതൊന്നുമല്ല, പുള്ളി മിഡിൻ്റെ പുറകിൽ നിന്ന് കുറേ ത്രൂ ബോൾ ഇട്ട് കൊടുക്കും. ത്രൂ ബോൾ മീൻസ് ഡിഫൻസ് സ്പ്ലിറ്റിംഗ് പാസ് തന്നെ എല്ലാം. കാരണം ഡിഫൻസ് വേറെയല്ല, എല്ലാ ഡിഫൻസിനെ കടത്തി വെട്ടിപ്പോവും. ആൻഡ് അതെല്ലാം കോറോസിങ് കളക്ട് ചെയ്യുന്നുണ്ട്. പുള്ളി മിക്കതും തന്നെ അകത്തോട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഡിഫൻസ് ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ അത് പുള്ളി പുറത്തോട്ട് അടിച്ച് കളയുന്നുണ്ടായിരുന്നു. അത് നമുക്ക് പറയാം. പക്ഷെ പാസസ് പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി അടിപൊളിയായിട്ട് പുള്ളി നല്ല ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അത് കാണാനുണ്ട്. കാര്യം ഇത്ര നാളും കളിച്ച ഡാനിഷ് അല്ലായിരുന്നു. കാര്യം എനിക്ക് വരെ ഒരു നെഗറ്റീവ് ഇമേജ് ആയിരുന്നു ഡാനിഷിനെ പറ്റി. അതൊന്ന് മാറിക്കിട്ടി. ആൻഡ് മോസ്റ്റ്ലി എല്ലാവർക്കും അത് മാറിക്കാണും. പിന്നെ ഒരു പ്ലെയറിനെ പറ്റി പറയുകയാണെങ്കിൽ കോറോസിങ്. പുള്ളി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ലമീൻ യമാലാണ്. കാര്യം നമ്മൾ വളർത്തിയെടുത്തൊരു പയ്യൻ, അത് നമുക്ക് എന്നും അഭിമാനത്തോടെ പറയാൻ പറ്റും. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വന്ന പയ്യനാണ്. കാര്യം പുള്ളിയുടെ വേ ഓഫ് പ്ലേയിങ് തന്നെ ഭയങ്കര ഡിഫറെൻറ്റാണ്. കാര്യം ആ ഒരു പ്രായത്തിൽ പുള്ളി കളിക്കുന്ന ഒരു കളി എനിക്ക് തോന്നുന്നു ലൂണ എടുത്തു നിന്നൊക്കെ പുള്ളി നന്നായിട്ട് കളി കണ്ട് പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാര്യം പുള്ളി നന്നായിട്ട് പ്ലേ മേക്ക് ചെയ്യുന്നുണ്ട്. അതാണ് പുള്ളി ഗോൾ സ്കോർ ചെയ്യാൻ നോക്കുന്ന മാത്രമല്ല, പുള്ളി നന്നായിട്ട് ക്രോസ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ പുള്ളിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. കാര്യം കുറേ ക്രോസസ് പുള്ളി പുറത്തടിച്ച് കളയുന്നുണ്ട്. കുറേ മിസ് പാസസും കുറച്ചൊക്കെ ഉണ്ട്. കുറേ ഉണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ സ്റ്റിൽ ഉണ്ട്. പക്ഷെ അത് പുള്ളിയുടെ പ്രായം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ആ ഒരു പ്രായത്തിൽ പുള്ളി കളിക്കുന്നത് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോർവേഡ് പെപ്രയും ഹിമിനസും, അവരുടെ കോംബോ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ആക്ച്വലി രണ്ടുപേരുടെയും പ്ലേയിങ് സ്റ്റൈൽ ഭയങ്കര ഡിഫറെൻറ്റാണ്. ഞാനൊരു കമൻറ്റ് കണ്ടാണ്, പെപ്രയ്ക്ക് കുറച്ച് ഫുഡ് മാത്രം കൊടുത്താൽ മതി, പുള്ളി ഡിഫൻസും മിഡും ഫോർവേഡും എല്ലാം കളിച്ചോളൂ. കറക്റ്റാണ്. പുള്ളി ഫസ്റ്റ് മിനിറ്റ് തൊട്ട് 90ാമത്തെ മിനിറ്റ് വരെ കളിച്ചാലും എല്ലാവരും കുറച്ചെങ്കിലും കിതയ്ക്കുമെങ്കിലും പുള്ളിയുടെ 1% പോലും ചാർജ് പോകത്തില്ല. അത്രയും പുള്ളി ഫുൾ ടൈം 100 നിൽക്കുന്നത്. അടിപൊളി പ്ലെയർ ആയിരുന്നു അവർ രണ്ടുപേരും തമ്മിൽ. അവരുടെ നല്ല കോംബോ ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ ഹിമിനസിൻ്റെ ആണെങ്കിലും പുള്ളിയുടെ ചെറിയൊരു സ്പാനിഷ് ടച്ചുള്ള ഡ്രിബ്ലിംഗ് ഒക്കെ ഉണ്ട്. പുള്ളി ഇപ്പോൾ ബോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് വെട്ടിച്ചെടുത്തുകൊണ്ട് പോകും, കുറച്ച് സ്കില്ലൊക്കെ ഇറക്കും. അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസം. ആൻഡ് പുള്ളിയുടെ ഫസ്റ്റ് ഗോൾ തന്നെ നോക്കുക, ആ ഒരു 0 ആംഗിൾ എന്ന് പറയാൻ പറ്റില്ല, പുള്ളി ഏകദേശം ആ ഒരു പുറകിലത്തെ ലൈൻ വരുത്തിയിട്ട് അവിടുന്ന് ഷോട്ട് എടുക്കുന്നു. അതല്ലാതെ പുള്ളി 2-3 ചാൻസ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് അതൊക്കെ പുള്ളി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കി. പക്ഷെ ആ ഗോളിനെയും പറയണം. ആ നവാസിൻ്റെ ലാസ്റ്റൊക്കെ ഒരു സേവ് ഉണ്ടായിരുന്നു, അതൊക്കെ പറയാം. പിന്നെ നമുക്ക് ബാക്കി എല്ലാവരും നന്നായിട്ട് കളിച്ചു. മിലോസ് ആണല്ലോ, മിലോസ് ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ പുള്ളി നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് മാത്രമല്ല, പുള്ളി ഫോർവേഡിലേക്ക് കയറി വരുന്നു. ആൻഡ് പുള്ളി ഫോർവേഡിൽ തന്നെ കുറച്ച് നിന്ന് കളിക്കുന്നുണ്ട്. പുള്ളി പാസ് ചെയ്തിട്ട് യൂഷ്വലി തന്നെ പുള്ളി ഒരു സ്പീഡി പ്ലെയർ അല്ല. പുള്ളി പാസ് കൊടുത്ത് നേരെ തിരിച്ചു വരും. അതാ പുള്ളിയുടെ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. പുള്ളി ഫോർവേഡ് വരെ പോയാലും പാസ് കൊടുത്തിട്ട് നേരെ തിരിച്ചു വരും. പിന്നെ കോർണറൊക്കെ ആകുമ്പോൾ മാത്രമേ വരത്തുള്ളൂ. പുള്ളി ഇപ്രാവശ്യം കയറി വന്നിട്ട് പാസ് കൊടുത്തിട്ട് ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. പുള്ളിക്ക് എനിക്കൊന്ന് ഗോൾ സ്കോർ ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്ത് അങ്ങനെ ആയിരിക്കും കോച്ചുമായിട്ട്. എന്തോ എല്ലാവരുടെയും പ്ലേയിങ് സ്റ്റൈൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ആൻഡ് അതും ആ ഒരു മൊത്തത്തിലുള്ളൊരു പ്ലേ മേക്കിംഗ് കാണാൻ തന്നെ എൻ്റെ രസമായിരുന്നു അറിയാം. ആൻഡ് ബാക്കി എല്ലാവരും സന്ദീപ് ആണേലും അമാവി ആണേലും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാൻ തോന്നിയെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ സബ്ബായിട്ട് ഇറങ്ങിയ വിപിൻ.
ഇപ്പം നമ്മുടെ AMD ഒഫീഷ്യൽ എന്ന ചാനലിൽ പുള്ളി പറയുന്നതൊക്കെ വൈബിന്ന് കറക്റ്റാണ്. പുള്ളി വന്നപ്പോൾ ആ ഒരു വൈബ് തന്നെ മാറി. പുള്ളി വന്ന ഉടനെയാണ് 2-3 കീ പാസസ് കൊടുക്കുന്നു. പിന്നെ ലാസ്റ്റ് ഡൈയിങ് മൊമെൻറ്റിൽ പുള്ളി ഒരു ഷോട്ട് എടുക്കുന്നുണ്ട്. കറക്റ്റ് ആ ടോപ്പ് റൈറ്റ് കോർണറിൽ എന്നാ കറക്റ്റ് ഒരു കേർവ് ഷോട്ട്. പക്ഷെ അത് ആ നവാസ് ഗോൾ കീപ്പർ പുള്ളി ഇന്ന് കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. 3 ഗോൾ കയറിയാലും പുള്ളി കുറേ സേവ് നടത്തിയിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ പറയേണ്ടത് നോവ സദോയ്. ആക്ച്വലി പുള്ളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോവയും ലൂണയും കൈൻഡ് ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ വർഷത്തെ ഗോഡ്സ് ആണ്. 2 ഗോട്ടും കൂടെ രണ്ടിനും കൂടെ ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ രസമാണ്. പക്ഷെ അവരുടെ പ്ലേ അങ്ങോട്ട് എപ്പോഴും വർക്കൗട്ട് ആകാറില്ല, പക്ഷേ ഇടയ്ക്കൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം നമ്മുടെ ഗെയിം എന്ന് പറഞ്ഞാൽ നോവയ്ക്ക് ബോൾ എത്തിച്ചു കൊടുക്കുക, നോവ എങ്ങനെയെങ്കിലും അത് അറ്റത്തോട്ട് എത്തിക്കുക, ഒന്നെങ്കിൽ പുള്ളി പാസ് ചെയ്യാതെ ഷോട്ട് എടുക്കും. ബട്ട് അത് എല്ലാ ടീമിനും മനസ്സിലായി. ആൻഡ് കുറേ നാളുടെ നമ്മുടെ ആ പ്ലേ മേക്കിംഗ് അങ്ങോട്ട് വർക്ക് ആവുന്നില്ല. കാര്യം എല്ലാവരും വന്ന് നോവേനെ പൂട്ടുന്നു. ആൻഡ് നമ്മുടെ പ്ലാൻ മൊത്തം തകരുന്നു. കളി ഒരു രസമില്ലായിരുന്നു കാണാൻ. ആൻഡ് അതുകൊണ്ടായിരിക്കാം ഇന്ന് നോവേനെ ഇറക്കിയില്ല ഫസ്റ്റ് ഹാഫിലും. സെക്കൻഡ് ഹാഫിൽ ഒരു 80th മിനിറ്റ് ആയപ്പോഴത്തേക്കാണ് പുള്ളിനെ ഇറക്കിയത്. ആൻഡ് പുള്ളിക്ക് അപ്പം തൊട്ട് പുള്ളിയുടെ ഫേസ് കാണാം, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. പുള്ളി ഫുൾ ടൈം കോച്ചിനെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നു. അത് ആ കളി കണ്ടവർക്കറിയാം. പുള്ളിനെ സബ് ഇറക്കുന്ന സമയത്ത് അത്രയും നേരം പുള്ളി ആ ലൈനിൽ നിൽക്കുക. പുള്ളി ഫുൾ ടൈം കോച്ചിനെ നോക്കി നിൽക്കുന്നു. ആൻഡ് പുള്ളി വന്നപ്പോൾ തന്നെ പുള്ളി നല്ല അഗ്രസീവ് ഗെയിം കളിക്കുന്നത്. ആക്ച്വലി ടുവേർഡ്സ് ബോളാണ്, പ്ലേയേഴ്സ് അല്ല. നല്ല അഗ്രസീവ് ഗെയിം കളിക്കുന്നു. ചെന്ന കൊണ്ടാൻ ഒരു ഫൗൾ മേടിച്ചെടുക്കുന്നു. ആൻഡ് ലൂണയുടെ ഫേവറേറ്റ് പൊസിഷൻ ഇല്ലേ, നമ്മുടെ ആ ഒരു ലെഫ്റ്റ് സൈഡിലെ ഒരു കോർണർ, പുള്ളി എപ്പോഴും മറ്റേ നക്കിൾ ബോൾ അടിക്കുന്നത്, അവിടെ വെച്ച് കറക്റ്റ് ഒരു ഫ്രീ കിട്ടുന്നു. ലൂണ ആക്ച്വലി അത് നോവയ്ക്ക് എടുത്തോളാൻ പറഞ്ഞു. അത് മെയിൻലി സ്നേഹം കൊണ്ടൊന്നും ഞാൻ കാണുന്നില്ല. അതൊരു ഫ്രഷ് ലെഗാണ്. നോവ ഇറങ്ങിയോളൂ, ഫ്രഷ് ലെഗാണ്, ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് കൊടുത്തു. ആൻഡ് നോവ അത് അടിച്ച് പുറത്ത് കളഞ്ഞു. അത് എല്ലാവർക്കും സംഭവിക്കുന്നത്, അതൊന്നും വലിയ പ്രശ്നമല്ല. 3-1 നിൽക്കുന്ന സമയത്ത് നമ്മൾ ജയിച്ചു, എല്ലാവരും ഹാപ്പിയെ. അപ്പോൾ ഒരു എക്സ്ട്രാ ബോൾ വരുന്നു, അതൊരു ബോണസ് ആക്ച്വലി നമുക്കത് കയറിയത് തന്നെ. ആൻഡ് നോവ അങ്ങനത്തെ ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു 4th ഗോൾ ആയി, എല്ലാവരും പ്രതീക്ഷിക്കുക. ആൻഡ് നോവ ഫ്രസ്ട്രേഷൻ്റെ പുറത്താണോ, കാര്യം ഓൾറെഡി 2 ചാൻസ് കളഞ്ഞു, പുള്ളീനെ സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റാണ് ഇറക്കിയത്, അതുകൊണ്ടാണെന്ന് അറിയില്ല. അത് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്താൽ മാത്രം മതി, പുള്ളി അത് അടിച്ച് പഴുപ്പിച്ചു. അത് അങ്ങ് പോയി, നല്ല ഡിഫറൻസിലാണ് പോയത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഷാൻ പണ്ഡിത് അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുക. ഇഷാൻ പണ്ഡിത് ഇന്ന് കളിപ്പിക്കാനിറക്കി കേട്ടോ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോണം. ആൻഡ് ഇഷാൻ പണ്ഡിത് അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുക. ഇഷാൻ പണ്ഡിക്ക് ജസ്റ്റ് അത് ടാപ്പ് ചെയ്താൽ മാത്രം മതി, പക്ഷെ പുള്ളിക്ക് കൊടുക്കുന്നതിന് വരും, പുള്ളി അത് അടിച്ച് കളഞ്ഞു. ആൻഡ് ആസ് എ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലായിരിക്കാം, ആസ് എ ടീം പ്ലെയർ എന്നുള്ള രീതിയിലായിരിക്കാം ലൂണ അതായത് ഇൻട്രപ്റ്റ് ചെയ്തു. ആൻഡ് ലൂണയ്ക്ക് ദേഷ്യം വന്നിട്ടാണെന്ന് തോന്നുന്നു, പുള്ളി ഭയങ്കരമായിട്ട് വന്ന് ചാർജ് ചെയ്തു നോവയുടെ അടുത്ത്. ഞാൻ പറഞ്ഞില്ല, നോവ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ്, പുള്ളിയുടെ ഗെയിം കാണുമ്പോൾ മനസ്സിലായി. പുള്ളി തിരിച്ച് ചാർജ് ചെയ്തു. എൻ്റെ ഒരു കൈൻഡ് ഓഫ് ഒരു ഉന്തും തള്ളായി. പക്ഷെ ആൻഡ് പറയാതിരിക്കാൻ വയ്യ, കറക്റ്റ് ടൈമിൽ ഇഷാൻ പണ്ഡിത് വന്ന് അത് അവർ രണ്ടുപേരും പിടിച്ച് മാറ്റുന്നുണ്ട്. ബട്ട് പിന്നെയും നോവ അത് ചാർജ് ചെയ്ത് ചെല്ലോ. പിന്നെയും ഞാൻ പറഞ്ഞില്ല, എനിക്ക് തോന്നുന്നു ആ ഫ്രസ്ട്രേഷൻ്റെ പേരിൽ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. പുള്ളി തിരിച്ച് പിന്നെയും ദേഷ്യപ്പെട്ട് ചെല്ലുവാണ്. അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ബാഡ് തോന്നി. കാര്യം നമ്മൾ ഇത്ര ഒരു ഗോഡ് ഫീൽ വെച്ചേക്കുന്ന 2 പേരുണ്ട് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്രാവശ്യം. അവർ തമ്മിൽ ഒരു അടി ഉണ്ടാകുന്ന പറയുമ്പോൾ ഭയങ്കര ബാഡാണ്. ആൻഡ് നമുക്കറിയാം ലൂണയുടെ ഭാഗത്ത് തന്നെയാണ് ശരി. കാര്യം ലൂണ അത് അടുത്തൊരു ഗോൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് പുള്ളി തിരിച്ച് സംസാരിച്ചത്, അല്ലാതെ ലൂണയ്ക്ക് അടിക്കാനോ അതിനുവേണ്ടി ഒന്നുമല്ല. ആൻഡ് അത് കണ്ടപ്പോഴത്തേക്കും നമ്മൾ ഇത്ര നേരം ജയിച്ച ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നേരെ പകുതിയായിപ്പോയി. കാര്യം അത് എന്താ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ സംഭവിക്കണ്ടായിരുന്നു നമുക്ക് തോന്നി. ആൻഡ് അത് കഴിഞ്ഞ് ഫൈനൽ വിസിൽ അടിച്ചു. അത് കഴിഞ്ഞ് പ്രസ് കോൺഫറൻസ് ആയപ്പോഴത്തേക്കും കോച്ച് പറയുന്നുണ്ടായിരുന്നു അവർ പ്രൊഫഷണൽസ് ആണ്, അവരത് പെട്ടെന്ന് സോർട്ട് ചെയ്തോളും എന്നുള്ള രീതിയിൽ. അങ്ങനെ സോർട്ട് ആയാൽ കൊള്ളാം, അത്രേ ഉള്ളൂ. കാര്യം ഇവരെല്ലാവരും നമുക്ക് ഇനിയുള്ള എല്ലാ കളിയിലും നമുക്ക് വേണ്ടതാണ്. അവർ ജസ്റ്റ് വഴക്കിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ മൊത്തം തകരാറിലാവും. നമ്മൾ മൊത്തത്തിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം ഇങ്ങനെ ഒരു വഴക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമ്മുടെ ടീമിനെ ബാധിക്കും. അത് അവർ സോർട്ട് ഔട്ട് ചെയ്യുന്നതാണ് കോച്ച് പറഞ്ഞേക്കുന്നത്. ആൻഡ് ലൂണയും പറയുന്നുണ്ടായിരുന്നു. ലൂണ മാച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു റിപ്പോർട്ടറിനോട് പറയുന്നുണ്ടായിരുന്നു അത് ലൂണയുടെ കുഴപ്പമാണ്, ലൂണ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ലൂണ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ സമ്മതിക്കേണ്ട കാര്യമില്ല. ബട്ട് അത് പുള്ളിയുടെ ഒരു എളിമയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കാര്യം ആസ് എ ക്യാപ്റ്റൻ പുള്ളിക്ക് ആ വോയിസ് ഉണ്ട്, എന്താണ് അങ്ങനെ ചെയ്തത് എന്നുള്ള ചോദിക്കാനുള്ളൊരു വോയിസ് പുള്ളിക്കുണ്ട്. സോ എല്ലാം പെട്ടെന്ന് സോർട്ട് ഔട്ട് ആവട്ടെ. ആൻഡ് അടുത്ത കളിയും ഇതുപോലെ ജയിച്ച് മാക്സിമം എങ്ങനെയും പ്ലേ ഓഫ് എത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുള്ളൂ. കാര്യം ഈ ടീം വെച്ച് നമ്മൾ കപ്പടിക്കും എന്നൊക്കെ നമ്മളങ്ങനെ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കല്. ആദ്യം പ്ലേ ഓഫ് എത്തട്ടെ, പ്ലേ ഓഫ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത ആഗ്രഹങ്ങളൊക്കെ വെക്കാം. ഞാൻ അങ്ങനെ കാണുന്ന എല്ലാ കളിയും. സോ ദാറ്റ്സ് ഇറ്റ്. സോ അതാണ് എനിക്ക് ഇന്നത്തെ കളി കണ്ടപ്പം പറയാൻ തോന്നിയത്. സോ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.